ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല രസമല്ലേ നമുക്കിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ. അപ്പൊ നമുക്ക് ഇന്നില്ലേ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റണ്ണേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ തന്നെ ബെഡ്ഷീറ്റ്സും പില്ലോ കവറും കുഷ്യൻ കവേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ കേട്ടോ. കളേഴ്സിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമേ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും, അങ്ങനെ അങ്ങനെ കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത റണ്ണറാണ്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടില്, ഡിഫറെന്റ് പൂക്കളിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഒരെണ്ണമാണ് കേട്ടോ. ഇതൊരു സിംഗിൾ ലൈക്ക് 6 സീറ്റർ ടേബിൾ ക്ലോത്തിനോ പിന്നെ നമ്മുടെ പ്രാർത്ഥനാ ടേബിളിന്റെ മുകളിലോ അങ്ങനെ പല സ്ഥലങ്ങളിലും റണ്ണേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചില വീടുകളിൽ റണ്ണേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ചില ആ ടേബിളിൽ ചില ഭാഗങ്ങൾ ചീത്തയായിരിക്കും. അപ്പൊ അത് ഒളിച്ചു വെക്കാനും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള യൂസ് നല്ല ഭംഗിയായിട്ടുള്ള ടേബിളൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി റണ്ണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒളിച്ചു വെക്കുന്നത് അതൊന്നും ഒരു തെറ്റൊന്നും അല്ല. ചിലപ്പോൾ നമുക്ക് ആ ടേബിൾ മാറ്റാൻ അത്ര പൈസ ഇല്ലെങ്കിലോ, ഇപ്പോഴത്തെ ടേബിളിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ റണ്ണേഴ്സ് ഒക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് അങ്ങ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ചില സമയത്ത് ഞാൻ അതുപോലെയൊക്കെ ചെയ്യാറുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഞാനൊരു കാണിക്കാൻ പോകുന്നത് പുതപ്പാണ്. ഇത് 3 ലെയർ പുതപ്പാണ്. ഇത് ചൂടത്തും പുതയ്ക്കാം, ചൂടത്തും പുതയ്ക്കാം, തണുപ്പത്തും പുതയ്ക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള പോലെയാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ആനയുടെ ഡിസൈൻ ആട്ടോ. നല്ല രസമാണ്. ആനയുണ്ട്, കൊടയുണ്ട്, നല്ല രസമായിട്ടുള്ള 3 ലെയർ പുതപ്പാണ്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സിബിൾ പ്രിന്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു പ്രിന്റ് മടുത്താല് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു 3 ലെയർ പുതപ്പാണ്. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് കോട്ടൺ. 2 ലെയറിൽ കോട്ടൺ, സെന്റർ പോർഷനിലും കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടന്റെ തുണിയാട്ടോ. ഞാൻ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രത്യേക ഒരു പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നല്ല മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിന്റെ സൈസ് ആട്ടോ. ഈ ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് 70 into 90 ഇഞ്ചസ് ആണ്. ചില സമയങ്ങളിൽ 70 into 100 ഇഞ്ചസ് ആണ്. ആക്ച്വൽ സൈസ് 70 into 90 ഇഞ്ചസ് ആണ്. പഴയ കാല എന്താ പറയുന്നത്, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലില്ലേ ഇപ്പൊ ഈ ക്യൂൺ സൈസ് ഒന്നും ഇല്ല, ഫാമിലി കോട്ട് ക്യൂൺ സൈസ്, കിങ് സൈസ് ഒന്നും ഇല്ല. അപ്പൊ ആ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ പണ്ടത്തെ ബെഡൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ചിലതൊക്കെ പോളിഷ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. ആ സൈസിലുള്ള ബെഡ്ഷീറ്റ് ആട്ടോ ഇത്. ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പഴയകാല ഡബിൾ കോട്ടിന്റെ സൈസ് ആണ്. നിങ്ങൾ ഏത് ഷീറ്റാണ് സെലക്ട് ചെയ്യുന്നത് അതിന്റെ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് അടുത്ത ഷീറ്റ് സെയിം പഴയകാല ഡബിൾ കോട്ടിന്റെ സൈസുള്ള നല്ലൊരു ക്രിസ്മസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ടേബിൾ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാം, ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. നല്ല രസമുള്ള പില്ലോ കവേഴ്സ് അല്ലേ. ഇനിയുള്ളത് നല്ല പൂക്കളോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ആദ്യത്തെ ഡിസൈൻ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. നമുക്ക് എന്നാ പറഞ്ഞാലും ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. എന്നാ പറഞ്ഞാലും വര കാണണം, ലൈൻ കാണണം, സ്ക്വയർ കാണണം എന്നൊക്കെ പറഞ്ഞാലും പൂക്കൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം അതിനൊക്കെ ഒരു നല്ലൊരു ഒരു ജീവനുള്ള പോലെയൊക്കെയല്ലേ നമുക്ക് തോന്നുന്നത്. അതുപോലെ നല്ലൊരു സട്ടിൽ കളറായിട്ടുള്ള ഒരു ഷീറ്റ് ആണ്. ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ ഗ്രേ കളറ്. സെന്റർ പോർഷൻ ഇതാണ് കേട്ടോ. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും വന്നിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്ത ഇനി ഓണം അങ്ങ് വരാൻ പോവാ. എന്തായാലും ഇപ്പം ഭയങ്കര മഴയൊക്കെയാ. പക്ഷെ ഓണമൊക്കെ വരുന്നതിന് നല്ല വെയിലൊക്കെ തെളിയും. അപ്പോഴത്തേനും നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണങ്ങാനും എളുപ്പം, എല്ലാം എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ആഴ്ച ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറ്റിയേ പറ്റൂ കേട്ടോ. നമ്മൾ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോഴില്ലേ ആഴ്ച ഒരു ദിവസം നമ്മളോട് പറയും, ഈ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം, ഇതിന്റെ പില്ലോ കവർ മാറ്റണം, ഇത് ഇന്ന ആളുടെ കയ്യിലാണ് കഴുകാൻ കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ആയിരിക്കും. ഇപ്പോഴല്ലേ വാഷിംഗ് മെഷീനൊക്കെ ഹോസ്റ്റലിലുള്ള. പണ്ടൊക്കെ ഓരോ അവിടെ ഇങ്ങനെ വന്ന് എടുക്കുന്ന ഒരു കറക്റ്റായിട്ട് മടക്കി നമ്മുടെ തന്നെ പേരെഴുതി, ടാനിയ എന്നുള്ള പേരെഴുതി അത് കൊടുക്കണം. ഒത്തിരി ടാനിയമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നൊന്നും തെറ്റിപ്പോകത്തില്ലായിരുന്നു. അപ്പം നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ യൂണിഫോം, നമ്മുടെ ബെഡ്ഷീറ്റും ഒക്കെ നല്ല കറക്റ്റായിട്ട് വരിക. നല്ല മണമായിരുന്നു കേട്ടോ.
ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇങ്ങനെ പണ്ടൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇതൊക്കെ അറിയത്തുള്ളൂ. പുതിയ പിള്ളേർക്കൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്, നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് നിന്നോണ്ടിരുന്നപ്പോൾ ഒരു ഷീറ്റിന് 50 പൈസ ക്ലീൻ ചെയ്യുന്നതിന്, ഒരു പിന്നെ യൂണിഫോം ഫുള്ളൊക്കെ ചെയ്യുന്നതിന് 1 രൂപ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ എഴുതിക്കുമായിരുന്നു, ഇത്ര യൂണിഫോം, ഇത്ര ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മളത് എഴുതിപ്പിക്കാൻ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല, കാരണം വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ലല്ലോ. അപ്പൊ ഇത് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു ഷീറ്റാണ്. പല കളറിലായിരുന്നു ബോർഡർ ഉണ്ടായിരുന്നത്. സെന്റർ പീസ് ഇതാണ്. ഈ ആഴ്ച ഗ്രേ കളറാട്ടോ. സെന്റർ പോർഷൻ ഇതായിട്ട് വരും. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിന്റെ സൈസ് വന്നിട്ട് 90 into 100 ഇഞ്ചസ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. വലിയ പില്ലോ കവേഴ്സ് ആണ് ഇതിന്റെ കൂടെ ഉള്ളത്. ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെയാണല്ലേ. അതിന്റെ പില്ലോ കവറിന്റെ സൈസ് 17 into 27 ആണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം. മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. ഈ ചെറുപറമ്പത്ത് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയെന്ന് വരുമ്പോഴും നമ്മുടെ മെട്രോ പില്ല നമ്പർ 795 അവിടെ സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടുന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പം റൈറ്റ് സൈഡിലാണ് നമ്മുടെ മാഗ്നിസ്കേപ്സ് സ്റ്റോർ ഉള്ളത്. അകലെ നോക്കിയാൽ നമുക്ക് കാണാൻ ഇച്ചിരി പ്രയാസമാണ്. ഒരു റൗണ്ട് ബോർഡാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്, ബാക്കിൽ ഒരു നല്ലതായിട്ട് സ്പേസ് ഉണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.